ലോഗോസ് ക്വിസിന്റെ പഠനഭാഗമാണ്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം നമുക്ക് പഠിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 7-ാം അധ്യായമാണ് പഠിക്കുന്നത്. 1 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായമോ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ സഭാപ്രസംഗകനും പിടിക്കണമെന്നോർത്തിരിക്കുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം പഠിച്ചിരുന്നു. സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാണ് ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്കുള്ളത്. വിശുദ്ധ അന്തോനീസ് പുണ്യവാളുടെയും വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളുടെയും വിശുദ്ധ ചാവറച്ചൻ്റെയും കർത്താവ് ഈശോ മിശിഹായുടെ അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പഠിക്കുന്ന ഈ വചന പഠന ശുശ്രൂഷയിൽ ഇറങ്ങി വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പഴയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പുസ്തകമാണല്ലോ സാമുവേൽ പ്രവാചകന്റെ ഗ്രന്ഥം. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം പഠിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സാമുവേൽ പ്രവാചകൻ എപ്രകാരം ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയോ അതുപോലെ തന്നെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. 1 സാമുവേൽ 7-ാം അധ്യായം. കിരിയാത്ത് യെയാരീമിലെ ആളുകൾ വന്ന് കർത്താവിന്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബിനാദാബിന്റെ ഭവനത്തിൽ എത്തിച്ചു. ഇവിടെ നിന്നാണ് കിരിയാത്ത് യെയാരീമിൽ. അത് സൂക്ഷിക്കുന്നതിന് അബിനാദാബിന്റെ പുത്രൻ എലയാസറിനെ അവർ അഭിഷേകം ചെയ്തു. സാമുവേൽ ന്യായാധിപൻ. കർത്താവിന്റെ പേടകം അവിടെ ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു. ഇസ്രായേൽ ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കണം. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ദൈവത്തെ മാത്രം ആരാധിക്കുവാൻ സാമുവേൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ഉത്ബോധിപ്പിക്കുകയാണ്. നിങ്ങൾ വേറെ ആരെയും ആരാധിക്കരുത്, ഇസ്രായേൽ സൈന്യങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കണമെന്ന് സാമുവേൽ പ്രവാചകൻ ഉത്ബോധിപ്പിക്കുന്നതാണ് ഈ സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കണം. നിങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിങ്കിലേക്ക് തിരിയണം. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. പൂർണ്ണമായും ദൈവത്തിന് കാഴ്ച സമർപ്പിക്കണം. അവിടുത്തെ മാത്രം ആരാധിക്കണം. ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. ഈ ഓരോ പോയിന്റും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഓരോ പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ രസകരമായ രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഗ്രന്ഥമാണ് സാമുവേൽ പ്രവാചകന്റെ പുസ്തകം. ശ്രദ്ധയോടെ കേട്ടാൽ രസകരമായി വേഗം പഠിച്ചു തീർക്കാൻ സാധിക്കും. അങ്ങനെ ഇസ്രായേലിയർ ബാലിന്റെയും അസ്താർത്തയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു. സാമുവേൽ പറഞ്ഞു, ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തുപോയി എന്ന് അവർ ഏറ്റുപറഞ്ഞു. മിസ്പായിൽ വെച്ചാണ് സാമുവേൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇസ്രായേൽക്കാർ ഭയചകിതരായി ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിനു ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവേലിനോട് അപേക്ഷിച്ചു. സാമുവേൽ പ്രവാചകനോട് അവർ അപേക്ഷിക്കുകയാണ്, ഫിലിസ്ത്യര് ഇങ്ങനെ
ഞങ്ങള് മിസ്ബായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് ഫിലിസ്തീർ അറിഞ്ഞ് ഞങ്ങളെ ആക്രമിക്കാൻ ഫിലിസ്തീർ വരുന്നുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് സാമുവേൽ പ്രവാചകനെ അറിയിച്ചു. അപ്പോൾ ദഹനബലി സാമുവേൽ പ്രവാചകൻ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം എന്നാന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഈ സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം വചനപ്പെട്ടിയിൽ കേട്ടപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് മനസ്സിലായി. 7-ാം അധ്യായം വചനപ്പെട്ടിയിൽ കേട്ടപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇടിനാദം മുഴക്കി, ഇനിയുള്ള കാര്യമാണ്, ഇടിനാദം മുഴക്കി കർത്താവ് ഫിലിസ്തരെ സംഭ്രാന്തരാക്കും. വളരെ ആത്മീയമായൊരു കാര്യമാണ്. ഇടിനാദം മുഴക്കി സാമുവേൽ പ്രവാചകന്റെ ബലിയിൽ കർത്താവ് സംപ്രീതനായി. ഉഗ്രമായ ഒരു ഇടിനാദം മുഴക്കി കർത്താവ് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നു. ഫിലിസ്തർ ഭയന്നോടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ സ്തുതി, കർത്താവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. സാമുവേൽ മുലകുടി മാറാത്ത ഒരു ആട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹന ബലിയായി കർത്താവിന് അർപ്പിച്ചു. ഇനിയാണ് ഇടി മുഴക്കം. അവൻ ഇസ്രായേലിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു. സാമുവേൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു. കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ഫിലിസ്ത്യരെ സംഭ്രാന്തരാക്കി. ഹല്ലേലൂയ. അവർ പലായനം ചെയ്തു. ഇസ്രായേലിയർ മിസ്പായിൽ നിന്ന് ബെത്ത്കാർ വരെ അവരെ പിന്തുടർന്നു വധിച്ചു. അനന്തരം സാമുവേൽ മിസ്പായ്ക്കും ജഷാനയ്ക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തു നിന്ന് എബ്നേസർ എന്ന് പേരിട്ടു. കണ്ടോ, കർത്താവ് വലിയൊരു ഇടിനാദം മുഴക്കി. കർത്താവിൻ്റെ ജനത്തെ കർത്താവ് സംരക്ഷിക്കും. ഏത് ആപത്ത് വന്നാലും ഏത് അപകടം വന്നാലും ഈശോയെ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന കർത്താവിൻ്റെ ജനത്തെ കർത്താവ് രക്ഷിക്കും. അതാണ് പുതിയ നിയമത്തിൽ ഈശോ തൻ്റെ ജനങ്ങളുടെ പാപം തൻ്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. പുതിയ നിയമത്തിൽ അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു കർത്താവ് അങ്ങനെ ചെയ്തത്. ഇവിടെയും ഈ ദൈവം, കർത്താവായ ദൈവം തൻ്റെ ജനത്തിൻ്റെ നിലവഴി കേട്ട് ഉഗ്രമായ ഇടിനാദം മുഴക്കി രക്ഷിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ സാമുവേൽ പ്രവചനം 7 കാണുക. അനന്തരം സാമുവേൽ മിസ്പായ്ക്കും ജഷാനയ്ക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എബനേസർ എന്ന് പേരിട്ടു. അങ്ങനെ ഫിലിസ്ത്യർ കീഴടങ്ങി. പിന്നീട് ഒരിക്കലും അവർ ഇസ്രായേൽ ദേശത്തു കാലുകുത്തിയിട്ടില്ല. സാമുവേലിന്റെ കാലം അത്രയും കർത്താവിന്റെ കലം ഫിലിസ്ത്യർക്കെതിരെ ബലപ്പെട്ടിരുന്നു. എക്രോൺ മുതൽ ഗത്ത് വരെ ഫിലിസ്ത്യർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാം അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തു. ഇസ്രായേലിയർ തങ്ങളുടെ പ്രദേശമെല്ലാം ഫിലിസ്ത്യരിൽ നിന്ന് വീണ്ടെടുത്തു. ഇസ്രായേലിയരും അമോര്യരും തമ്മിൽ സമാധാനമുണ്ടായി. അമോര്യരും തമ്മിൽ സമാധാനമുണ്ടായി. ആ വാക്കൊന്നോടെ വെച്ച് സമാധാനമുണ്ടായി. ഇസ്രായേലിലും അമോര്യരും തമ്മിൽ സമാധാനമുണ്ടായി. ഈ സമാധാനം നൽകുന്നത് ദൈവമാണ്. സമാധാനം എന്ന് പറയുന്നത് എല്ലായിടത്തും, കുടുംബത്തിലാണെങ്കിലും പ്രാർത്ഥനാ കൂട്ടായ്മയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് സമാധാനം, പീസ്. സാമുവേൽ തന്റെ ജീവിതകാലം അത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തി. ബേഥേൽ, ഗിൽഗാൽ, മിസ്പ എന്നീ സ്ഥലങ്ങൾ വർഷം തോറും സന്ദർശിച്ച് അവിടെയും അവൻ നീതിപാലനം നടത്തിയിരുന്നു. ബേഥേൽ, ഗിൽഗാൽ, മിസ്പ ഈ 3 സ്ഥലങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കണം. കാരണം ലോക്കോസ് ക്വിസ് പരീക്ഷയ്ക്ക് ഏതൊക്കെ സ്ഥലങ്ങളാണ് സാമുവേൽ സന്ദർശിച്ച് ന്യായപാലനം നടത്തിയത്, ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് ചിലപ്പോൾ ചോദിച്ചാൽ എഴുതാനുള്ള ഉത്തരമാണിത്. ബേഥേൽ, ഗിൽഗാൽ, മിസ്പ. ഇവിടെ ന്യായപാലനം എന്നല്ല, നീതിപാലനം എന്നാണ് വാക്ക്. അത് അങ്ങനെ തന്നെയാണ് ചോദിക്കുള്ളൂ. അനന്തരം നീതിപാലനം നടത്തിയത് എവിടെ, ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിച്ചാണെന്ന് ചോദിക്കും. ചിലപ്പോൾ ചോദിക്കും ഇമ്പോർട്ടൻറ്റ്. അനന്തരം തന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിലേക്ക് അവൻ മടങ്ങിപ്പോയി. എവിടെയാണ് സാമുവേൽ പ്രവാചകന്റെ ഭവനം സ്ഥിതി ചെയ്തതെന്ന് ചിലപ്പോൾ ചോദിക്കും. റാമ.
അവിടെയും നീതിപാലനം നടത്തുകയും കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു. അവിടെ നീതിപാലനം നടത്തി. എവിടെയാണ് സാമുവേൽ കർത്താവിന് ബലിപീഠം നിർമ്മിച്ചെന്ന് ചോദിക്കും. റാമ. അത് 7-ാം അധ്യായം 17-ാം വാക്യം അനുസരിച്ച് ബലിപീഠം നിർമ്മിച്ച പല സ്ഥലങ്ങളും ഉണ്ടല്ലോ. ഉണ്ട്. ഓക്കെ. 7-ാം അധ്യായം 17-ാം വാക്യത്തില് അനുസരിച്ച്. ഓക്കെ. ഇനി 7-ാം അധ്യായം നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ വായിക്കാം. കിരിയാത്ത് യെയാറിമിലെ ആളുകൾ വന്ന് കർത്താവിന്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബിനാദാബിന്റെ ഭവനത്തിൽ എത്തിച്ചു. ആരുടെ ഭവനത്തിലാണ്? അബിനാദാബിന്റെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാലോ? കണ്ണടച്ച് കൈകൂപ്പി കണ്ണടച്ച്. കർത്താവ് ഇത്രയും നേരം വളരെ മനോഹരമായ സാമുവേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിലൂടെ നമ്മോട് സംസാരിച്ചു. തൻ്റെ ജനത്തെ ഉഗ്രമായ ഇടിനാദം മുഴക്കി രക്ഷിച്ച കർത്താവ് എത്ര വലിയവനാണ്. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ തോളിലേറ്റുന്നു, എന്നേശുവൻ കൂടെയുണ്ട്, എന്നെ തോളിലേറ്റുന്നു, എന്നേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. ഓക്കെ. എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. 7-ാം അധ്യായം 1-ാം വാക്യം. കിരിയാത്ത് യെയാറിമിലെ ആളുകൾ വന്ന് കർത്താവിന്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബിനാദാബിന്റെ ഭവനത്തിൽ എത്തിച്ചു. അത് സൂക്ഷിക്കുന്നതിന് അബിനാദാബിന്റെ പുത്രൻ എലെയാസറിനെ അവൻ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. എലെയാസറിനെയാണ് അഭിഷേകം ചെയ്തത്. എലെയാസർ ആരുടെ പുത്രനാണ്? അബിനാദാബിന്റെ പുത്രൻ എലെയാസർ. ആദ്യം വായിക്കാവോ? കിരിയാത്തേറാം തൊട്ട്. കിരിയാത്ത് യെയാറിമിലെ ആളുകൾ വന്ന് കർത്താവിന്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബിനാദാബിന്റെ ഭവനത്തിൽ എത്തിച്ചു. അത് സൂക്ഷിക്കുന്നതിന് അബിനാദാബിന്റെ പുത്രൻ എലെയാസറിനെ അവർ അഭിഷേകം ചെയ്തു. ഇനി 2-ാം വാക്യം. സാമുവേൽ ന്യായാധിപൻ എന്നതാണ് തലക്കെട്ട്. കർത്താവിന്റെ പേടകം അവിടെ ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു. ഇസ്രായേൽ ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വിലപിച്ചുകൊണ്ടിരുന്നു. ഈ കർത്താവിന്റെ പേടകം 20 വർഷത്തോളം അവിടെ ഇരുന്നു. ഇസ്രായേൽ ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വിലപിച്ചുകൊണ്ടിരുന്നു. അവരുടെ തെറ്റുകളോർത്ത് പാപങ്ങളോർത്ത് വിലപിച്ചു, കർത്താവെ കരുണയായിരിക്കണമേ എന്ന് അവർ 20 വർഷത്തോളം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാമുവേൽ 20 വർഷം. എത്ര വർഷമാണ് കർത്താവിന്റെ പേടകം അവിടെ ഇരുന്നു ചിലപ്പോൾ ചോദിക്കും. എന്റെ ഇയർ ചിലപ്പോൾ ചോദിക്കും. 28 years, 20 വർഷം. അപ്പോൾ സാമുവേൽ 3-ാം വാക്യമാണ്. അപ്പോൾ സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും ആസ്ഥാനത്തെ ദേവതകളെയും ബഹിഷ്കരിക്കണം. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. ദൈവത്തിന് സ്തുതി. നോക്കിയ 3-ാം തിരുവചനത്തിൽ പറയുകയാണ്, സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും ആസ്ഥാനത്തെ ദേവതകളെയും ബഹിഷ്കരിക്കണം. അത് മാത്രമല്ല കേട്ടോ, നിങ്ങളെ പിന്നാലെ മുഴക്കി കർത്താവ് ഇടിപിന്നാലെ മുഴക്കിയത് നമ്മൾ കണ്ടതാണ്. എന്തൊരു ഭയങ്കരമായ രക്ഷയാണ് അവിടെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഒരുക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ആരെ? അവിടുത്തെ കർത്താവിനെ
മാത്രം ആരാധിക്കണം. ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. ഇനി 4-ാം തിരുവചനം. ആരുടെ കരങ്ങളിൽ നിന്ന്? ഫിലിസ്ത്യരുടെ കരങ്ങളിൽ. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് അന്യദേവന്മാരെയും അസ്ഥാർത്ഥ ദേവകളെയും ബഹിഷ്കരിക്കണം. പിന്നെ പൂർണ്ണമായി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. പിന്നെ അവിടുത്തെ ആരാധിക്കണം. ഇനി 4-ാം തിരുവചനം. അങ്ങനെ ഇസ്രായേലിയർ ബാലിന്റെയും അസ്താർത്ഥയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു. ഹല്ലേലൂയ. സാമുവേൽ പറഞ്ഞു. ആവർത്തിച്ച് കുറച്ച് ഹല്ലേലൂയകൾ പറഞ്ഞ് നമുക്ക് ഈശോയെ സ്തുതിക്കാം. അങ്ങനെ ഇസ്രായേല്യർ ബാലിന്റെയും അസ്താർത്ഥയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു. ബാലിന്റെയും അസ്താർത്ഥ ദേവിയുടെയും ബിംബങ്ങളെ അവർ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു. 5-ാം വാക്യം. സാമുവേൽ പറഞ്ഞു, ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പോ അന്യദേവന്മാരെയും അസ്താർത്ഥ ദേവതകളുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിന് സമർപ്പിച്ച് കർത്താവിനെ ആരാധിച്ചപ്പോൾ സാമുവേൽ പ്രവാചകൻ എന്താണ് പറഞ്ഞത്? ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. 6-ാം തിരുവചനം. അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു. എങ്ങനെയാണ് വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന് അവർ ഏറ്റുപറഞ്ഞു. അവർ അനുതപിച്ച് അവർ കുംഭസാരം നടത്തി. നല്ലൊരു കൺഫഷൻ, കുംഭസാരം നടത്തി പാപമോചനം യാചിച്ച് എരന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. മിസ്പായിൽ വെച്ചാണ് സാമുവേൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്. മിസ്പായിൽ വെച്ചാണ് സാമുവേൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്. മിസ്പായിൽ വെച്ചാണ് സാമുവേൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്. ഇനി 7-ാം തിരുവചനം. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ തോളിലേറ്റുന്നോൻ, എന്നെ യേശുവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇസ്രായേൽക്കാർ ഭയചകിതരായി ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവേലിനോട് അപേക്ഷിച്ചു. സാമുവേൽ പ്രവാചകനോട് ഫിലിസ്ത്യർ ഇങ്ങനെ യുദ്ധത്തിന് വരുന്നുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് അവരപേക്ഷിച്ചു. നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ് അവർ സാമുവേലിനോട് അപേക്ഷിച്ചത്. അപ്പോ ഇടിനാദം മുഴക്കി. 9-ാം തിരുവചനം. സാമുവേൽ മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹന ബലിയായി കർത്താവിന് അർപ്പിച്ചു. ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹന ബലിയായി കർത്താവിന് അർപ്പിച്ചു. ദഹന ബലി എന്നല്ല, സമ്പൂർണ്ണ ദഹന ബലി. ആ വാക്ക് ശ്രദ്ധിക്കണം. സമ്പൂർണ്ണ ദഹന ബലിയായി ഒരാട്ടിൻകുട്ടിയെ മുഴുവനായി അവൻ ഇസ്രായേലിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു. 10-ാം തിരുവചനം. സാമുവേൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്തർ ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു. കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ഫിലിസ്തരെ സംഭ്രാന്തരാക്കി. അവർ പലായനം ചെയ്തു. ഇത് വചനം വായിക്കുമ്പോൾ പുറപ്പാട് 14 തിരുവചനമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അങ്ങനെയല്ല വചനത്തിന്റെ തുടക്കം. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി എന്നല്ല, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി എന്ന വേറൊരു വചനത്തിനകത്ത് കർത്താവ് ചോദിക്കുന്നത്, ഇസ്രായേലിന്റെ നിലവിളി കേൾക്കാതിരിക്കാൻ എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചോ? എൻ്റെ കരങ്ങൾ കുറുകിപ്പോയോ? എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചോ എന്ന് കർത്താവ് ചോദിക്കുന്നു. 11-ാം തിരുവചനം. ഇസ്രായേല്യർ മിസ്പായിൽ നിന്ന് ബെത്തുകാർ വരെ അവരെ പിന്തുടർന്നു വധിച്ചു. ഇസ്രായേലിൽ നിന്നും ബെത്തുകാർ വരെ അവരെ പിന്തുടർന്ന് വധിച്ചു. 12-ാം തിരുവചനം. അനന്തരം സാമുവേൽ മിസ്പായ്ക്കും ജഷ്നായ്ക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു.
ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് അവർ എബനേസർ എന്ന് പേരിട്ടു. എന്ത് പേരാണ് പറഞ്ഞത്? എബനേസർ എന്ന് പേരിട്ടു. ഹല്ലേലൂയ, സ്തുതിക്കാമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവർത്തിച്ച് ഞാൻ പറയുന്നോടം വരെ ആവർത്തിച്ച് സ്തുതിച്ചോണ്ടിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 13-ാം തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, പാരങ്ങൾ വഹിക്കുന്നവൻ. അങ്ങനെ ഫിലിസ്തീർ കീഴടങ്ങി. ഹല്ലേലൂയ. പിന്നീട് ഒരിക്കലും അവർ ഇസ്രായേൽ ദേശത്തു കാലുകുത്തിയിട്ടില്ല. സാമുവേലിന്റെ കാലമത്രയും കർത്താവിന്റെ കരം ഫിലിസ്തീർക്കെതിരെ ബലപ്പെട്ടിരുന്നു. സാമുവേലിന്റെ കാലമത്രയും കർത്താവിന്റെ കരം ഫിലിസ്തീർക്കെതിരെ ബലപ്പെട്ടിരുന്നു. കലമല്ല, കരം. 14-ാം തിരുവചനം. എക്രോൺ മുതൽ ഗത്ത് വരെ ഫിലിസ്തീർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാം അവർ ഇസ്രായേലിനു തിരികെ കൊടുത്തു. ഇസ്രായേലിയർ തങ്ങളുടെ പ്രദേശമെല്ലാം ഫിലിസ്തീരിൽ നിന്ന് വീണ്ടെടുത്തു. ഇസ്രായേലിയരും അമോര്യരും തമ്മിൽ വലിയ സമാധാനമുണ്ടായി. 15-ാം തിരുവചനം. സാമുവേൽ അമോര്യരും തമ്മിൽ സമാധാനമുണ്ടായി. ഇസ്രായേലിലും അമോര്യരും വലിയ സമാധാനം ഉണ്ടായി എന്ന് പറഞ്ഞു. സമാധാനമെന്നല്ല, അല്ല, വലിയ സമാധാനം ചേർത്തിട്ടില്ല. വലിയ സമാധാനം ഉണ്ടായി എന്ന് ചേർത്തിട്ടുള്ളൂ. അല്ല, അങ്ങനെയാണുള്ളൂ. 15-ാം തിരുവചനം. സാമുവേൽ തന്റെ ജീവിതകാലം അത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തി. 16-ാം തിരുവചനം. ബെഥേൽ, ഗിൽഗാൽ, മിസ്പ എന്നീ സ്ഥലങ്ങൾ വർഷം തോറും സന്ദർശിച്ച് അവിടെയും അവൻ നീതിപാലനം നടത്തിയിരുന്നു. ബെഥേൽ, ഗിൽഗാൽ, മിസ്പ. ബെഥേൽ, ഗിൽഗാൽ, മിസ്പ. 17-ാം തിരുവചനം. അനന്തരം തന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിലേക്ക് അവൻ മടങ്ങിപ്പോയി. അവിടെയും നീതിപാലനം നടത്തുകയും കർത്താവിനൊരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു. 17-ാം തിരുവചനം. അനന്തരം തന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിലേക്ക് അവൻ മടങ്ങിപ്പോയി. അവിടെയും നീതിപാലനം നടത്തുകയും കർത്താവിനൊരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു. റാമ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ. റാമ എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന റാമ ഇതാണ് കേട്ടോ. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. അവൾ റാഗേൽ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു. അവളെ സ്വാന്തനപ്പെടുത്തുക അസാധ്യം. റാമ. പഴയ നിയമത്തിൽ പറയുന്ന റാമയും മത്തായിൽ പറയുന്ന പുതിയ നിയമത്തിൽ പറയുന്ന റാമയും ഒന്ന് തന്നെയാണ് എന്ന് ശ്രദ്ധിക്കണേ, മാറിപ്പോകരുത്. 7-ാം അധ്യായം 4-ാം തിരുവചനം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 10-ാം അധ്യായം 16-ാം വാക്യത്തിലുണ്ടെന്ന് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ 7-ാം അധ്യായം 10-ാം വാക്യം പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 24-ാം വാക്യത്തിലും ജോഷുവ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യത്തിലും ഉണ്ട്. ഇനി 7:12 പറയുന്ന എബ്നേസർ സഹായശില എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്നേസർ എന്ന വാക്കിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് സഹായശില എന്നാണ്. അത് പഠിക്കണം കേട്ടോ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. സ്തുതി. ഹല്ലേലൂയ. ബാക്കി വചന ഭാഗങ്ങൾ പഠിച്ചില്ലെങ്കിൽ പോലും ഈ 7-ാം അധ്യായം വായിച്ച് ധ്യാനിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്കും നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപം. 7-ാം അധ്യായം മാത്രമല്ല, സാമുവേൽ ലോഗോസ്കിസിന്റെ പഠനം കഴിയുമ്പോഴേ ഈ സാമുവേൽ പ്രവാചകന്റെ പുസ്തകം മുഴുവൻ അധ്യായം 1 സാമുവേലും 2 സാമുവേലും വായിക്കണം. നല്ലതാ. അയ്യോ, ഭയങ്കര അഭിഷേകമാണ് അത് വായിക്കുമ്പോൾ. അഭിഷേകമാണ്. 1 സാമുവേലും 2 സാമുവേലും വായിക്കുകയാണെ സമയം കിട്ടുമ്പോൾ ഞാൻ ഒരു കഥ പോലെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ.